സോഷ്യൽ മീഡിയ താരം വാഹനാപകടത്തിൽ മരിച്ചു എന്നൊരു വാർത്ത വരുന്നു. മലപ്പുറം വഴിക്കടവ് സ്വദേശി ജുനൈദാണ് മരിച്ചത്. ജുനൈദ് സഞ്ചരിച്ച ബൈക്ക് നിയന്ത്രണം വിട്ട് മറിയുകയായിരുന്നു. മുബഷിർ പി അക്ബർ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. മുബഷിർ, എപ്പോഴായിരുന്നു സംഭവം? 6:20 കൂടിയാണ് ഈ ഒരു സംഭവം ഉണ്ടാകുന്നത്. മലപ്പുറം മഞ്ചേരിക്കടുത്ത് കാരക്കുന്ന് മരത്താണിയിൽ വെച്ചാണ്. ഭയങ്കര സങ്കടം തോന്നുന്ന ഒരു വീഡിയോ തന്നെയാണത്. സോഷ്യൽ മീഡിയ താരം ജുനൈദ്, ഞാൻ ഇദ്ദേഹത്തിൻ്റെ വീഡിയോകളൊക്കെ കാണാറുള്ളതാണ്. ഇപ്പോൾ ഈ അടുത്താണ് പുള്ളിക്കാരൻ ഏതോ ഒരു പീഡന കേസിൽ ഇതായി എന്ന് പറഞ്ഞിട്ട് ആ ഒരു ന്യൂസ് കണ്ടത്. പക്ഷേ അതെന്തോ എനിക്കങ്ങനെ വിശ്വസിക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. എന്താ ചോദിച്ചാൽ അദ്ദേഹം എല്ലാ കാര്യങ്ങളും വീഡിയോയിൽ ചെയ്തതാണ്. അതുപോലെ ഒരു പാട്ടാണ് പുള്ളിക്കാരൻ്റെ വൈറലായത്, ഭയങ്കര വൈറലായിട്ട് മാറിയത് ആ ഒരു പാട്ടായിരുന്നു. അപ്പം ആ ഒരു പീഡന കേസിലൊക്കെ പെട്ടു എന്ന് പറഞ്ഞിട്ട് ആ ഒരു ന്യൂസ് കണ്ടപ്പോൾ ഭയങ്കര വിഷമം തോന്നി. അതുപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ ഓരോ വീഡിയോസുകളും പോസ്റ്ററുകളും ഇദ്ദേഹം നിരപരാധിയാണ് തരത്തിലുള്ള ആ ഒരു ഇതൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. എന്തായാലും ഒരു നല്ലൊരു മാസത്തിൽ തന്നെയാണ് അദ്ദേഹം മരിച്ചിരിക്കുന്നത്, റമദാൻ മാസത്തിൽ. അതുപോലെ തന്നെ പുള്ളിക്കാരൻ ഉംറ ചെയ്യുന്ന ആ ഒരു വീഡിയോയും കണ്ടിട്ടുണ്ടായിരുന്നു, ഞാൻ സൈഡിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കും അതിന് ഉംറ ചെയ്യാനുള്ള ഭാഗ്യം കിട്ടട്ടെ, അള്ളാഹു അതിനുള്ള തൗഫീക്ക് നൽകട്ടെ എന്നുള്ള ആ ഒരു പോസ്റ്റും അതെല്ലാം കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ എന്തായാലും പീഡന കേസിൽ ഇനിയിപ്പോൾ ഇദ്ദേഹത്തെ പെടുത്തിയതാണോ, അതിൽ എത്രമാത്രം ഇതുണ്ട് എന്നുള്ളതൊന്നും അറിയില്ല. വെറും 32 വയസ്സായിരുന്നു. എന്ത് തന്നെയാണെങ്കിലും ഇന്നിപ്പോൾ നമ്മുടെ ഈ ലോകത്തില്ല, പുള്ളിക്കാരൻ മരിച്ചു എന്നൊരു വാർത്ത ഇന്നലെ ഞാൻ കേട്ടപ്പോൾ ഭയങ്കര വിഷമം തോന്നി. ഇപ്പോൾ ആ ഒരു അറസ്റ്റ് ചെയ്ത ആ ഒരു ഇതും, പീഡന കേസിൽ അറസ്റ്റ് ചെയ്ത ആ ഒരു ഇത് കണ്ടപ്പോഴും ഭയങ്കര വിഷമം തോന്നി. ഞാൻ പുള്ളിക്കാരൻ്റെ ആ ഒരു വീഡിയോസുകളും ആ പാട്ടിൻ്റെ ആ ഒരു താളത്തിലുള്ള ആ മരണത്തിൻ്റെ ആ ഒരു പാട്ടിൻ്റെ ആ ഒരു ഇതാണ് പുള്ളിക്കാരൻ ആക്ടിങ് ചെയ്തിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. അത് കണ്ടപ്പോൾ എപ്പോഴും ചിരിക്കാത്തവരും ചിരിക്കും. പക്ഷേ ഇദ്ദേഹത്തെ കളിയാക്കിയവരെല്ലാം പൊട്ടിക്കരയുന്ന ആ ഒരു നിമിഷമാണ് ഇദ്ദേഹത്തിൻ്റെ മരണ വാർത്ത കണ്ടപ്പോഴുള്ള ആ ഒരു ഇത് കണ്ടത്. ഒരുപാട് പേര് കുറ്റപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു, കളിയാക്കിയിട്ടുണ്ടായിരുന്നു. ഈ പീഡന കേസിൻ്റെത് പുറത്ത് വന്നപ്പോൾ ഒരുപാട് ആളുകൾ കളിയാക്കുന്ന രൂപേണ പല ഇതും കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ ആ കളിയാക്കുന്നവരും ആ കുറ്റപ്പെടുത്തിയവരെല്ലാം സങ്കടപ്പെടുന്ന അവർ തന്നെ സങ്കടപ്പെടുന്ന രീതിയിലുള്ള ആ പോസ്റ്റ് കണ്ടു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഇത് എത്രമാത്രം ഇതാണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ മനുഷ്യരുടെ അവസ്ഥയും കാര്യങ്ങളൊക്കെ. അതിനിടയിൽ ആളുകൾ എന്തെല്ലാം ചെയ്യുന്നില്ല, എന്തെല്ലാം വെട്ടും ഇതും എന്തെല്ലാം നമ്മുടെ നാട്ടിൽ നടക്കുന്നു. എന്തായാലും അദ്ദേഹത്തിൻ്റെ എന്താ പറയുക, ഖബറിടം വിശാലമാക്കി കൊടുക്കട്ടെ എന്ന് മാത്രം നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാവുന്ന പറ്റുള്ളൂ. ഇപ്പോൾ ഈ ഒരു നിമിഷത്തിൽ നല്ലൊരു ഇതായിരുന്നു. എന്ത് ചെയ്യാനാണ്, ഇത്രയേ ഉള്ളൂ മനുഷ്യരുടെ അവസ്ഥയും കാര്യങ്ങളൊക്കെ. എന്തായാലും ആ ന്യൂസിലെ കുറച്ച് കാര്യങ്ങൾ കൂടെ നമുക്കൊന്ന് കണ്ടിട്ട് വരാം കേട്ടോ, ഒന്ന് കണ്ടു നോക്കൂ. ഈ ഒരു സംഭവം ഉണ്ടായത് മലപ്പുറം വഴിക്കടവ് സ്വദേശിയായിട്ടുള്ള ജുനൈദ്, 32 വയസ്സുള്ള ജുനൈദാണ് ഈ ഒരു സംഭവത്തിൽ മരിച്ചത്. സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ വളരെ സജീവമായി ഉണ്ടായിരുന്നൊരു യുവാവായിരുന്നു. ഈ മരത്താണി ഭാഗത്ത് വെച്ച് മൺകൂനയിലേക്ക് വാഹനം ഇടിച്ചാണ് അപകടം സംഭവിച്ചത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏറെ നേരം ഈ റോഡിന്റെ ഒരു ഭാഗത്ത് രക്തം വാർന്ന് യുവാവ് കിടന്നിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പിന്നീട് ആ ഒരു ഭാഗത്തുകൂടി കടന്നു പോകുന്ന ചില യാത്രക്കാർ ചേർന്നാണ് ആശുപത്രിയിലേക്ക് മാറ്റിയത്. ചികിത്സയിൽ തുടരുന്നതിനിടെ ഇന്ന് രാത്രിയോടുകൂടിയാണ് നിർഭാഗ്യവശാൽ മരണം സംഭവിച്ചത്. നിലവിൽ മൃതദേഹം മഞ്ചേരി മെഡിക്കൽ കോളേജിലാണുള്ളത്. പോസ്റ്റ്മോർട്ടം ഉൾപ്പെടെയുള്ള നടപടികൾക്ക് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകുമെന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചു. അരുൺകുമാർ. ഓക്കെ, താങ്ക് യു. മുബഷിറാണ് വിവരം നൽകിയത്. അപ്പോൾ രക്തം വാർന്നാണ് മരിച്ചിരിക്കുന്നത്. ഒരുപാട് സമയം കടന്നിട്ടുണ്ടാകും, ആരുടെയും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവില്ല. എന്തായാലും 6:30 ആ ടൈം എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ നോമ്പിൻ്റെ ആ ഒരു ടൈമാണ്, നോമ്പ് എടുത്തിട്ടുണ്ട്. വൈകിട്ടാണെങ്കിൽ 6:30 ആ ഒരു ടൈമൊക്കെ നോമ്പിൻ്റെ സമയമാണല്ലോ. അപ്പോൾ നോമ്പുകാരനായിട്ട് തന്നെയാണോ, അതായത് അതിൽ കൂടുതലൊന്നും വ്യക്തമായിട്ടില്ല, പുറത്ത് വന്നിട്ടില്ല. എന്ത് തന്നെയാണെങ്കിലും ഈ ഒരു റമദാൻ മാസത്തിലെ ഇതുകൊണ്ട് അദ്ദേഹത്തിന് എന്തെങ്കിലും അഥവാ തെറ്റുകുറ്റങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലാഹ് പുറത്ത് കൊടുക്കട്ടെ. നമുക്കിപ്പോൾ അതൊക്കെയല്ലേ പറയാൻ പറ്റുള്ളൂ, അല്ലാതെ എന്ത് ചെയ്യാൻ പറ്റും. ഭയങ്കര വിഷമം തോന്നുന്ന ഒരു ഇതാണ്. ആ ഉംറ ചെയ്യുന്ന ആ ഒരു വീഡിയോയും ഇതൊക്കെ കണ്ടപ്പോൾ വല്ലാതെ മനസ്സിന് വിഷമം തോന്നി. എന്തായാലും ആ ഒരു ഭാഗ്യം പുള്ളിക്കാരന് കിട്ടി. വെറും 32 വയസ്സ് മാത്രമാണ് പ്രായം. ഒരുപാട് ഇത് തോന്നി. എന്താ പറയുക, മണൽത്തിട്ടയിൽ മണ്ണ് കൂട്ടിയിട്ടിട്ടുണ്ടാവില്ല, അതിൽ ഇടിച്ചിട്ട് നിയന്ത്രണം വിട്ട് പോയതായിരിക്കാം, ആ ഒരു ഇതിൽ പോയതായിരിക്കാം. എന്താ പറയുക, അത്രയേ ഉള്ളൂ ആളുകളുടെ അതൊക്കെ. നമുക്കൊന്നും നമ്മൾ ഇന്ന് കണ്ടവർ നാളെ കാണില്ല എന്ന് പറയില്ല. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ മനുഷ്യരുടെ അത്. അപ്പോൾ എന്തായാലും ഈ ഒരു മാസത്തിൻ്റെ അതുകൊണ്ട് അദ്ദേഹത്തിന് ചെയ്ത പാപങ്ങളെല്ലാം പുറത്തു കൊടുക്കട്ടെ.
പിന്നെ എന്താ പറയുക, ഒന്നും പറയാൻ വാക്കുകളില്ല. നല്ല നല്ല വീഡിയോസുകളൊക്കെ അത് കണ്ട് എത്ര ടെൻഷനിലിരിക്കുന്നവരും ചിരിച്ചു പോകും. അങ്ങനെയുള്ള ആക്ടിങ്ങും കാര്യം, ആ മരണത്തിൻ്റെ ആ ഒരു പാട്ട് പോലും അത് ചിരിപ്പിക്കുന്ന രൂപേണ അദ്ദേഹത്തിന് ആക്ടിങ് ചെയ്യാൻ കഴിയുന്നു എങ്കിൽ അതൊക്കെ ഒരു കഴിവ് തന്നെയാണ്. അത് വല്ലാത്തൊരു ഇത് തന്നെയായിരുന്നു. ഞാൻ ഫസ്റ്റൊക്കെ അദ്ദേഹത്തിൻ്റെ ആ ഒരു എന്താണ് ഫേസ്ബുക്കിലാണ് കണ്ടിട്ടുണ്ടായിരുന്നത്. അത് കണ്ടപ്പോൾ തന്നെ അതിലൊരുപാട് നെഗറ്റീവ് കമൻസും ഉണ്ടായിരുന്നു, ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്ന കമൻസും ഉണ്ടായിരുന്നു. ഒരുപാട് ആളുകൾ ഈ ഒരു നിനക്ക് വേറെ പണിയൊന്നുമില്ല അങ്ങനെ അങ്ങനെ. പിന്നെ നമ്മളെ എന്ത് ചെയ്താലും കുറ്റപ്പെടുത്താനും കുറ്റം പറയാൻ ആളുകൾ ഉണ്ടാവില്ല. അതുപോലെ തന്നെ ഇദ്ദേഹം പീഡന കേസിൽ വന്നതായപ്പോഴും ഒരുപാട് ആളുകൾ കുറ്റപ്പെടുത്തുന്നുണ്ട്. അതിൽ എത്ര സത്യാവസ്ഥയുണ്ടോ ഇല്ലേന്ന് പോലും ആളുകൾക്ക് തിരക്കാനുള്ള ഒരു ഇത് പോലും ഇല്ല. എന്തെങ്കിലും ഒന്ന് കാണുമ്പോഴേക്ക് ആളുകൾ കുറ്റപ്പെടുത്തും. അതിൽ എത്രമാത്രം സത്യമുണ്ട് ഇതുണ്ട് എന്നുള്ളതൊന്നും ഇതില്ല. പിന്നെ എന്തെങ്കിലും ഒരു ഇത് വന്നു കഴിഞ്ഞാൽ അയ്യോ ഞങ്ങൾ അന്ന് കുറ്റപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു, അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞ് ഈ പറയുന്ന ആളുകൾ തന്നെ അപ്പോൾ അങ്ങനെ തിരിച്ചും പറയും. അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ ലോകം എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു പാട്ടൊക്കെ ഞാൻ സൈഡിൽ കാണിക്കുന്നുണ്ട് കേട്ടോ. പാട്ട് കാണിക്കുന്നില്ല, ആ ഒരു സീനും ഇതായിരുന്നു. അദ്ദേഹം അവസാനമായി ഈ ഒരു വീഡിയോ ആണ് അദ്ദേഹത്തിൻ്റെ വൈറലായത്. അപ്പോൾ അവസാനമായിട്ട് ഇട്ടത് ഉംറ ചെയ്തു എന്നുള്ള ആ ഒരു വീഡിയോയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ഇത് കണ്ടപ്പോൾ ഭയങ്കര വിഷമം തോന്നി. ഞാൻ ആ പീഡന കേസിൻ്റെ ആ ഒരു ഇതാണ് എൻ്റെ അടുത്ത് എന്താ അത് ചെയ്യാത്തതെന്ന് ആളുകൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു അത് എന്താണ് അതിൽ എത്രമാത്രം സത്യം ഉണ്ടെന്ന് നമുക്കറിയില്ലല്ലോ, അപ്പോൾ പിന്നെ നമ്മളത് ചെയ്യേണ്ട കാര്യമില്ലല്ലോ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ആ ഒരു വീഡിയോ ചെയ്യാതിരുന്നത്. അപ്പോൾ എന്തായാലും ഈ ഒരു ഇത് കണ്ടപ്പോൾ ഭയങ്കര വിഷമം തോന്നിക്കുന്ന ഒരു വീഡിയോ തന്നെയാണ്. അപ്പോൾ ഈ വീഡിയോ കാണുന്ന നിങ്ങളും അദ്ദേഹത്തിൻ്റെ പാരത്രിക ലോകത്തിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക, ദുആ ചെയ്യുക. അപ്പോൾ ഇത്രയുള്ള എൻ്റെ ടോപ്പിക്. പുതിയൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം. അല്ല, നമ്മളെ ജുനൈദിന്റെ ഇവിടെ എല്ലാവരും ചേട്ടാ ഞാൻ ജയിലിൽ നിന്നല്ലേ. ഇപ്പൊ ഞാൻ നിൽക്കുന്നത് മഞ്ചേരിയാണ്. മഞ്ചേരി എവിടെയാണ് ഇപ്പൊ നിൽക്കുന്നത്? എവിടെയാണ്? അവരുടെ കടിയിലാണ് ഞാൻ നിൽക്കുന്നത്. ഇതൊക്കെയാണ് സോഷ്യൽ മീഡിയയുടെ ഓരോ വർത്തമാനങ്ങളും കാര്യങ്ങളും. ഈ എല്ലാം പിന്നെ ഓപ്പൺ ആയിട്ടുള്ള കാര്യങ്ങൾ ഒന്നും വിശ്വസിക്കാൻ നിൽക്കരുത് ഒരു കാര്യത്തിലും. കാരണം വെച്ചാൽ എല്ലാം ഫേക്ക് ആണോ ശരിയാണോ, സംഭവം ഉണ്ടായിട്ടുണ്ടോ അല്ലെങ്കിൽ അങ്ങനത്തെ സംഭവമാണോ, ഇതൊന്നും തിരിച്ചറിയാതെ ഇത് നിലവിലുള്ളതാണോ ഒന്നും അറിയാതെ നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ പലരും പറയുന്നു. എന്ന് വെച്ചാൽ ഞാൻ ഇന്നത്തെ സംഭവത്തിൽ ചെറുതായിട്ടുണ്ടായ തെറ്റിദ്ധാരന്റെ പേരിൽ മാത്രമാണ്, അല്ല വേറൊന്നുമല്ല. അല്ലെങ്കിൽ ഇപ്പൊ ഞാനിപ്പോ ഇവിടെ